സംസാരിക്കുന്നു. ആദർശനായക, സ്വാഗതം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. ആദരണീയരായ അബ്ദുൽ ഫത്താഹ് ദാരിമി, ബഹുമാനരായ അബ്ദുള്ള ഫൈസി ഹാഫിൽ, മുഹമ്മദ് ഷരീഫ് ബാഖവി, അബ്ദുൽ ദാരിമി ഖയ്യം, ബഷീർ അസാദി, ഇ കെ അഹമ്മദ് ബാഖവി, സിദ്ദീഖ് ദാരിമി ബക്കളം, പ്രിയങ്കരനായ മൊയ്തുൽ ഇസ്ലാമി, റഈസ് അസാദി, മറ്റു യുവ പണ്ഡിത സുഹൃത്തുക്കളെ, SKSSFൻ്റെ മധ്യ മേഖലാ സമ്മേളനത്തിന് നായകത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സുന്നത്ത് ജമാഅത്തിൻ്റെ ചുണക്കുട്ടികളെ, പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകൻ സത്താർ പന്തല്ലൂർ സാഹിബ് അനുഗ്രഹീതമായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം ആദർശ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇത് ചില ആളുകളെ വിരളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നേരത്തെ നമുക്കറിയാം. അധിക സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികൾ ഈ പരിപാടി വെക്കാൻ ഒരു ഹാള് ബുക്ക് ചെയ്താൽ 2-4 ദിവസം കഴിഞ്ഞ് ഹാളിൻ്റെ ഓണർ വിളിച്ച് പറയും, നിങ്ങളെ പരിപാടി ഇവിടെ നടത്താൻ പ്രയാസമുണ്ട്, എതിർപ്പുകാരുണ്ട്. ഒരു സ്ഥലത്ത് പരിപാടി നടത്താൻ നിയമാനുസൃതമായ പെർമിഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയാൽ പോലീസ് വിളിച്ച് പറയും, ഇവിടെ ക്രമപ്രശ്നമുണ്ടാവും, ക്രമസമാധാന പ്രശ്നമുണ്ടാവും, പരിപാടി മാറ്റിവെക്കണമെന്ന്. അതൊക്കെ അതിജീവിച്ചാണ് പലയിടങ്ങളും പരിപാടി നടക്കുന്നത്. പക്ഷെ ആരാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഉള്ളിൽ നുരഞ്ഞു പോകുന്ന ആ പത പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് KNMൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പച്ചയായി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പരിപാടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് ദുരാരോപണങ്ങൾ സമസ്തക്കും അതിൻ്റെ ഘടകങ്ങൾക്കും അതിൻ്റെ ആദർശത്തിനും അതിൻ്റെ നിലപാടുകൾക്കുമെതിരെ അദ്ദേഹം വൈകാരികമായി അവതരിപ്പിക്കുകയും ചാനലുകൾ അത് പ്രക്ഷേപണം ചെയ്തിരിക്കുകയാണ്. ഞാൻ അവരോട് പറയട്ടെ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ആക്രമണം കൊണ്ട് തകർന്നു വീഴുന്ന പ്രസ്ഥാനം അല്ല. ഇത് വളരെ സുസ്ഥിരമായി സുഭദ്രമായ കാലുകളിൽ പടുത്തുയർത്ത വളരെ കൃത്യമായ കനത്ത അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് സമസ്ത കേരള ജമാഅത്തുൽ സ്ഥാപകനാരാണ്? നമുക്കൊക്കെ അറിയാം, സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ. അള്ളാഹു മഹാനോട് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. 1926 മുതൽ 32 വരെ ഇതിന് നെടുനായകത്വം നൽകിയത് വലിയ മഹാത്മാവാണ്. വലിയ സ്വീകാര്യതയുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും ഔലിയാക്കളും പെട്ട മഹാനായതെന്ന് മാത്രമല്ല, ഇതൊക്കെ നമുക്ക് പരിശോധിച്ചാൽ, ചരിത്രം നോക്കിയാൽ പ്രീ പ്ലാൻ ചെയ്ത് അള്ളാഹു നടപ്പാക്കിയ ചില സംവിധാനങ്ങളിലൂടെയാണ് ഇവർ കടന്നു വന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ കോഴിക്കോട് ജനിച്ചു വളരേണ്ട ആളല്ല. അത് യമനിലെ ഹദർമൗത്തിൽ ജനിച്ചു വളർന്ന് അവിടെ പ്രവർത്തിക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ പിതാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സയ്യിദ് ഹാമിദ് അലി ബാലവി തങ്ങൾ കപ്പൽ മാർഗം കോഴിക്കോട് വന്നിറങ്ങി അവിടെ താമസമാക്കി അതിൽ ജനിച്ച പരമ്പരയിൽ ജനിച്ച ഒരു മോനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ. ഇങ്ങനെ നിർണായക ഘട്ടത്തിൽ
ഈ കേരളീയ മുസ്ലിം സമൂഹം ആദർശത്തിൽ നിന്ന് ദിശ തെറ്റിപ്പോകുമ്പോൾ അവരെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ അനുഗ്രഹീതമായ യമനിലെ ഹദറമൗത്തിന്റെ പാരമ്പര്യമുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ തങ്ങളെയും പ്രാർത്ഥനയ്ക്ക് വിധേയരായ ആ ബറക്കത്തുള്ള പണ്ഡിത ശ്രേണിയിൽ നിന്ന് അഹ്ലുബൈത്തിൽ നിന്ന് ഒരു മഹാപണ്ഡിതൻ ഇവിടെ വേണമെന്ന് അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണല്ലോ അവരുടെ എത്തി അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഈ മഹാത്മാവാ സ്ഥാനം ഏറ്റെടുത്തത്. 1932 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അതോടൊപ്പം നമുക്ക് നേതൃത്വം നൽകാനുണ്ടായതിൻ്റെ സ്ഥാപകാല നേതാവായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകളാണ്. നവർ അള്ളാഹു മർക്കദ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വലിയ മഹാത്മാ പണ്ഡിതൻ. അതൊക്കെ അറബിയിൽ എത്ര കിതാബാ രചിച്ചിട്ടുള്ളതോ, പലതും പുറത്താണ്, വിദേശത്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒരുപാട് കിതാബുകൾ കയ്യെഴുത്ത് പ്രതികളായി ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മഹാപണ്ഡിതൻ. നീണ്ട 1946 വരെയുള്ള വർഷങ്ങളിൽ അദ്ദേഹം വഫാത്താകുന്നത് വരെ ഇതിൻ്റെ നെടുനായകത്വം നയിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആരാണെന്നറിയുമോ? മഹാനായ കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചമെത്തിച്ച പ്രമുഖ പൂർവിക പണ്ഡിതനായ ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങകലെ അറബ് നാട്ടിൽ നിന്ന് കടന്നു വന്ന പാരമ്പര്യമുള്ള പൂർവികരായ സച്ചരിതരായ മുൻഗാമികളുടെ പരമ്പരയിൽ ജനിച്ച മഹാനാണ് മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇത് പാരമ്പര്യമുള്ള അടിത്തറയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നുമുട്ടുന്ന നല്ല കനത്ത തൂണുകളാണ് സമസ്തയുടെ തൂണുകൾ. അദ്ദേഹം വഫാത്താകുമ്പോഴേക്ക് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ സമസ്തക്ക് കരുത്തു പകരാൻ രംഗത്ത് വന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ 1973 വരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ അനുബന്ധ പ്രവർത്തനങ്ങളും ശക്തമായി ചുക്കാൻ പിടിച്ചുകൊണ്ട് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി കേരളീയ സുന്നത്ത് ജമാഅത്തിന് നായകത്വം നൽകി. അദ്ദേഹമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന് ജന്മം നൽകിയത്. അദ്ദേഹമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസത്തോട് ജന്മം നൽകിയത്. അദ്ദേഹമാണ് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കും സമസ്ത എടുക്കുന്ന ഏത് നയ നിലപാടുകളും ഈ സമൂഹത്തിൽ അംഗീകരിപ്പിക്കാൻ വേണ്ടി അക്ഷീണം യത്നിച്ചത്. അദ്ദേഹവും സാധാരണക്കാരായിരുന്നില്ല. ഇതേപോലെ അദ്ദേഹത്തിന്റെ പിതൃപരമ്പരയിൽപ്പെട്ട മഹാൻ ഇദ്ദേഹം കേരളത്തിൽ ജനിക്കേണ്ടവനല്ല. ബാഫഖി കുടുംബത്തിലെ ആ പ്രമുഖ കണ്ണി കടന്നു വന്ന് കൊയിലാണ്ടി കപ്പലിറങ്ങിയത് ഇതേ യമനിലെ ഹദറമൗത്തിൽ നിന്നാണ്. ഇത് സാധാരണക്കാരുടേതല്ല. ഈ സമസ്ത അള്ളാഹുവിന്റെ സംവിധാനം അനുസരിച്ച് മുദബ്ബിറുൽ ഉമൂർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രിക്കുന്ന, അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്ത് സ്ഥാപിച്ചുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഭദ്രമായ കെട്ടുകളിൽ, ഭദ്രമായ തറകളിൽ, തൂണുകളിൽ സ്ഥാപിക്കപ്പെട്ട, നല്ല കരുത്തുട്ട തൂണുകൾ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മഹാനവറുകൾ കടന്നു പോകുമ്പോഴേക്കും മഹാനായ പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ അവറുകൾ നവറല്ലാഹു മർഖദ ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ ബാഫഖ് തങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിന്നു. ബാഫഖ് തങ്ങൾക്ക് ശേഷം അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ബാങ്ക് വിളിക്കുന്നുണ്ട്. ആയിരത്തി 1975 അദ്ദേഹം വഫാത്താകുന്നത് വരെ സമസ്തക്ക് പാണക്കാട് തങ്ങൾ കരുത്തുറ്റ നായകത്വം നൽകിയെന്ന് മാത്രമല്ല,
സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയാദർശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സമസ്തക്കെതിരെ സമാന്തര സംവിധാനങ്ങളുമായി കടന്നു വന്നവരെ ശക്തിയുക്തം എതിർത്ത് പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച അഖില കേരള ജംഇയ്യത്തുലമ എന്നൊരു സമാന്തര സംഘടനയുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നപ്പോൾ മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ 1966 കോഴിക്കോട് ചേർന്ന സുന്നി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു, ഇവിടെ സമസ്ത മതി, അഖിലയും കൊകിലയും വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടി ആ ആത്മീയ നായകന്റെ നാവുകൾ അസറുള്ള നാവായിരുന്നു. അതോടുകൂടി അഖില കേരള ജംഇയ്യത്തുലമ അപ്രത്യക്ഷമായി. ഇങ്ങനെ സമസ്തക്ക് വേണ്ടി കടുത്ത നേതൃത്വം കൊടുത്ത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോയവരായിരുന്നു പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ. അദ്ദേഹം അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സാരഥ്യം ഔദ്യോഗികമായി ഏറ്റെടുത്തുകൊണ്ട് അഭിവന്ദനായ സമസ്തയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഷംസുലമ EK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, ലോകം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാൾ, ആ മഹാത്മാവ് സജീവമായി രംഗത്ത് വന്നു. അദ്ദേഹം രംഗത്ത് വന്ന് അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തെ നമ്മൾ ഈ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവും കേരളക്കാരനല്ല, ഇവരൊക്കെ യമനിലെ ഹദറമൗത്തിൽ വന്നവരാ. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവും ഇതുപോലെ യമനിലെ ഹദറമൗത്തിൽ വന്ന മഹാപണ്ഡിതനും മഹാജ്ഞാനിയായ മഹാസാത്വികനായ ആരിഫായ വലിയായിരുന്നു. ആ ഷംസുലമ EK ഉസ്താദ് 1996 നമ്മോട് വിട പറയുകയാണ്. അവരാണ് അദ്ദേഹം. അവരൊക്കെ നമുക്ക് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം നേർക്കുന്നേരം നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. ഞാൻ ആ ശൃംഖല നീട്ടുന്നില്ല. ഞാൻ പറയും, നമ്മുടെ ഈ സമസ്തയുടെ തൂണുകൾ വേണ്ട ഇപ്പൊ ലൈവായി നമുക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാ? മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിനെ ആർജവത്തോടെ നയിക്കാനുള്ള ഹിമ്മത്തും കരുത്തും തൗഫീഖും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ആ മഹാത്മാവിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. ഇപ്പൊ സമസ്ത പ്രസിഡന്റ് മൂപ്പരല്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ തൊട്ടു മുമ്പത്തെ പ്രസിഡന്റുമാർ കാളമ്പാടി ഉസ്താദ്, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, കുമരമുത്തൂർ AP ഉസ്താദ്, നല്ല മനുഷ്യരാണ്, ആലിമ്യങ്ങളാണ്, സൂഫിയാക്കളാണ്. പക്ഷെ ഈ തരത്തിൽ ഭൗതികമായി ഇവരെ നേരിടാനുള്ള പ്രതിയോഗികളെ കരുത്തോടുകൂടി പ്രതിരോധിക്കാനുള്ള ശേഷി, ആ നിലയിലുള്ള കഴിവല്ലല്ലോ അവർക്കുള്ളത്. അവർക്ക് വേറെ തരത്തിലുള്ള കഴിവുകളാണ്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യന് നേതൃത്വം കൊടുക്കേണ്ടി വരും. അതൊക്കെ അള്ളാഹു പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജിഫ്രി തങ്ങൾ ഈ നാട്ടുകാരനാ അല്ലല്ലോ. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് എവിടുന്ന് വന്നാണോ? ഇതേ യമനിലെ ഹദറമൗത്ത് നിന്ന് വന്നതാ. എങ്ങനെ വന്നത്? സയ്യിദ് ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹുരൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം പറയുകയാണ്, നിർദ്ദേശം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളോട്, യമൻ നിങ്ങൾ ഇങ്ങോട്ട് ഹദറമൗത്ത് നിന്ന് കേരളത്തിലേക്ക് താമസം മാറ്റണം, എൻ്റെ അടുത്തേക്ക് മമ്പറത്തേക്ക് വരണമെന്ന്. അദ്ദേഹം അക്ഷരപ്രതി സ്വീകരിച്ചു. ഹുസൈൻ ജിഫ്രി തങ്ങൾ മമ്പറത്തെത്തി പരപ്പനങ്ങാടി കപ്പലിറങ്ങിയിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ജോലി ഏൽപ്പിച്ചു തരാം, കൊടിഞ്ഞിപ്പള്ളിയുടെ അവിടുത്തെ ഖാദിയായി നിങ്ങൾ സ്ഥാനം ഏറ്റെടുക്കണം എന്നാണ്. പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തു, ഇവിടെ സ്ഥിരതാമസമാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ശൃംഖലയിൽ ജനിച്ചവരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇവർക്കൊക്കെ അറിയാം, ഇവരൊക്കെ ഇൽഹാമുള്ളവരാണ്, ദീർഘദർശനമുള്ളവരാണ്. ഇങ്ങനെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരാളാണ് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടത് സമസ്തക്ക്. അതിന് അവരുടെ പൂർവ്വപിതാവിനെ നേരത്തെയോടെ വരുത്തി വെക്കണമെന്ന് കൃത്യമായി കാഴ്ചപ്പാടുള്ള ആ മഹാത്മാക്കൾ, ഇമാതിരി പണ്ഡിതന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നെടുന്തൂണുകൾ. ഇതൊരു സത്യമല്ല, യാഥാർത്ഥ്യമല്ലേ? ഏത് സംഘടനക്കാണ് ഇങ്ങനെ കരുത്തുറ്റ തൂണുകളുള്ളത്? ഏത് മുജാഹിദ് പ്രസ്ഥാനത്തുണ്ട്? ഏത് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്? ഏത് തബ്ലീഗ് ജമാഅത്തുണ്ട്? ഏത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്? ഈ കരുത്തുറ്റ, ഒരിക്കലും മറുത്തു മാറ്റാനാകാത്ത പ്രവാചക തിരുമേനിയിലേക്ക് എത്തിച്ചേർന്ന ഈ തൂണുകളുണ്ടല്ലോ, ഈ തൂണുകളുടെ ഈ സംഘത്താര് വിചാരിച്ചാലും ശരി ഒരു ദുർബലപ്പെടുത്താനോ ക്ഷയിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തീർച്ച ഇത് കരുത്തുറ്റ സംവിധാനമാണ്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചതാണ് സമസ്ത. മാത്രമോ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ നമ്മൾ. ഈ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അദ്ദേഹത്തിന്റെ ഗുരുവര്യരായ ഷംസുലൊക്കെ ഈ അടുത്ത കാലഘട്ടക്കാരാണ്. അവരൊക്കെ അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകതകൾ നേർക്കുനേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ജിഫ്രി തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളായത് പറയാൻ നമുക്ക് മടിയുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കെ ജിഫ്രി തങ്ങളുടെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സുലൈമാൻ എന്ന ഒരു വിദ്യാർത്ഥിയെ നന്ദി ദാറുസ്സലാം കോളേജിൽ നിന്ന് പുറത്താക്കിയത്.
നമ്മൾ സിറാജുദ്ദീൻ താരിവി കക്കാടെന്ന് പഠിക്കുന്ന സമയമാണ് നന്ദിയിൽ. ജിഫ്രി തങ്ങളുടെ മനസ്സ് വളരെ ലോലമാണ്, നമുക്ക് ആർക്കും അറിയാം. 4 വട്ടം പറഞ്ഞ് അങ്ങോട്ടല്ല ഉസ്താദ് എങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ വേഗം സമ്മതിച്ചു വരും. പക്ഷെ ഈ കുട്ടിയെ പുറത്താക്കിയിട്ട്, കുട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഈ ചെറുപ്പക്കാരനായ യുവ പണ്ഡിത സുഹൃത്ത് പുറത്താക്കിയിട്ട് പ്രമുഖരായ ആളുകളെ റെക്കമെൻഡ് ചെയ്തു. തങ്ങൾ തിരിച്ചെടുത്തില്ല. തങ്ങൾ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റൂല, അങ്ങനെ ഞാൻ കോളേജിൽ നിന്ന് പോയിക്കോളാം. അവസാനം എന്ത് സംഭവിച്ചു? ഈ സുലൈമാനാണ് തൊട്ട് വൈകാതെ ക്രിസ്ത്യാനിയായി മാറി മാരിയോ ജോസഫ് എന്ന പേര് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇന്നും ക്രിസ്തുമത പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ക്രിസ്ത്യാനിയായി നോക്കിക്കാണാനുള്ള കൽബിലേക്ക് നോക്കാൻ കഴിവുണ്ടായിരുന്നു. അള്ള കൊടുത്ത കഴിവാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർക്ക്. ഇത് സാധാരണ സംഭവമല്ല. ഇത് ഇദ്ദേഹത്തിന്റെ നേരെ ഗുരുവരൻ ഷംസുലമുക്കുള്ള സംഭവമാണ്. ഷംസുലം ഈ കെ ഉസ്താദ് പട്ടിക്കാട് ജാമിനൂർ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടം. സാധാരണഗതിയിൽ കോളേജിന്റെ കോമ്പൗണ്ടിലൂടെ ഷംസുലം ഇങ്ങനെ വരാന്തിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു, ഒരു മുത്താലിം കടന്നു പോകുന്നു. അവിടെ വാ, എടാ നിന്റെ മുഖത്ത് ഞാൻ കുഫറിന്റെ ലക്ഷണം കാണുന്നു, നീ ഈ കോളേജിൽ പഠിക്കാൻ പറ്റിയവല്ല, നീ പുറത്തു പോകണം. അവൻ ഞെട്ടിത്തെറിച്ചു നിന്നു. അല്ല ഉസ്താദ് ഞാൻ അവിടെ പഠിക്കുന്ന ആളാ. എടാ പുറത്തു പോകുന്ന എൻ്റെ കിതാബും പുസ്തകവും പിന്നെ ബാഗൊക്കെ എടുത്ത് പുറത്ത് പോയിക്കോ പറഞ്ഞു. അപ്പോഴേക്കും ആളുകൾ കൂടി ആര് പറഞ്ഞു നിർവാഹമല്ല, നല്ല കുട്ടിയാണെന്ന് കാര്യമില്ല, അവനെ പുറത്താക്കാൻ പറഞ്ഞു. പലരും ഇടപെട്ടു, റെക്കമെൻഡ് ചെയ്തു. ഷംസുൽ പറഞ്ഞു ഞാൻ തിരിച്ചെടുക്കൂലെന്ന്. 2 ആഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേക്കും അവൻ ക്രിസ്ത്യാനിയായി മാറി. പട്ടിക്കാട് ജാമ്യാനൂരിന്റെ മുമ്പിൽ ആ ജംഗ്ഷനിൽ ചുങ്കത്ത് വന്നൊരു ജീപ്പിന്റെ മുകളിൽ കയറി ക്രിസ്തുമതത്തിനോട് പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ആ കാലഘട്ടത്തിൽ പട്ടിക്കാട് പഠിക്കുന്ന ഫൈസിമാർ പറയും. അമ്മാതിരി മഹാത്മാക്കളെ നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? ഇത് സുഭദ്രമായ സംവിധാനമാണ്. ഇത് ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു വിഷയമാണ് പരിശുദ്ധ ഇസ്ലാമിൽ തനിമ ഇവിടെ നിൽക്കണം. വേറെ സമസ്തക്ക് യാതൊരു താല്പര്യങ്ങളുമില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി അള്ളാഹുവിൻ്റെതാണ് ഇസ്ലാം. അതിന്റെ നിയമങ്ങൾ ഞാനും നിങ്ങളും ഉണ്ടാക്കിയതല്ല. ശരീഅത്ത് ദീൻ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു തന്റെ അടിമകൾക്ക് വേണ്ടി നിർണയിച്ചു തന്ന ചട്ടക്കൂട് നിയമങ്ങളും ചട്ടങ്ങളുമാണ് ശരീഅത്ത്, മതവിധികൾ. അതിൽ കൈവെക്കാൻ മനുഷ്യന് അവകാശമില്ല. അതിൽ ഭേദഗതി വരുത്താൻ നമുക്ക് അവകാശമില്ല. അതിൽ വെട്ടിമാറ്റാനോ അഡീഷണലായി ചേർക്കാനോ മനുഷ്യന് അവകാശമില്ല. ഈ കൃത്രിമം കാണിക്കുന്ന മതനവീകരണവാദികൾ ആരായിരുന്നാലും ശരി, അതവർ അനുവദിക്കില്ല. ദീൻ അതിന്റെ ഒറിജിനാലിറ്റിയോടുകൂടി യൗമുൽ ഖിയാമത്ത് വരെ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ കൃത്യമായ നിർബന്ധ ബുദ്ധി ഇത് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ആത്യന്തികമായ ലക്ഷ്യം. അതിന്റെ ഭരണഘടനയും ആ കാര്യം പറയുന്നുണ്ട്. അതാരെതിർത്താലും ശരി, അത് അതിന്റെ ദിശയിൽ മുന്നോട്ട് പോകും. കാര്യം സ്ഥാപിച്ചു തന്ന ആളുകൾ ആ തരത്തിലുള്ള മഹാത്മാക്കളാണ്. അതത് ഘട്ടത്തിൽ കൈകാര്യം ചെയ്യാനുള്ള നേതൃത്വം ഇതിന് അള്ളാഹു നൽകും. കാരണം ബറക്കത്ത് പറഞ്ഞതാ, അതിന്റെ തുടക്കത്തിൽ ചില ബറക്കത്തുകൾ ആ ബറക്കത്ത് നിലനിൽക്കും, ഒരു സംശയവും വേണ്ട. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ സത്യസന്ധമായ മാർഗത്തിന് ആര് എതിർത്താലും ശരി, അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല, ഒരു സംശയവുമില്ല. പിന്നെ ഇന്നിപ്പോ KNMന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, നിലവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ഞങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. ലോകത്തുണ്ടോ ഇങ്ങനൊരു വിഭാഗം, ഒരു പ്രത്യേക വിഭാഗത്തെ അകറ്റി നിർത്തണമെന്ന് പറയുന്ന ആളുകൾ? ഇത്ര വലിയ യാഥാസ്ഥികന്മാരാണ് ഇവർ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടു കൂടി പറയുകയാണ്. KNMകാരോട് ഞങ്ങൾക്ക് കാര്യം പറയാനുള്ളത്, നിങ്ങളെ അകറ്റി നിർത്താൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം. അത് സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ്. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാടാണ്. 1930, 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലം. ആ 4ാമത്തെ കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ച് മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ കൃത്യമായി നിങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രമേയം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ചോറ്റൂർ കൈക്കാർ, അന്നത്തെ ഒരു വിഭാഗമാണത്, വ്യാജന്മാർ. കൊണ്ടോട്ടി കൈക്കാർ, കാദിയാനികൾ, വഹാബികൾ നിങ്ങളാ തുടങ്ങിയ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളോട് കേവലം മാറാക കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. 1930 മാർച്ച് 17.
സമസ്തയുടെ തീരുമാനം, അവരുള്ള കൂട്ടുകെട്ട്, അത് സമസ്തടുത്ത നിലപാടാണ്. അത് ലോകത്ത് എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല. ബിദഅകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സച്ചരിതരായ മുൻഗാമികൾ സ്വഹാബത്ത് തൊട്ട് താബികൾ തൊട്ട് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ഖവാരിജ് പ്രസ്ഥാനം ബിദഅ പ്രസ്ഥാനമാണ്. മഹാനായ അലി റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് അവർ ഉണ്ടായത്. അവർക്കെതിരെ സന്ധിയില്ല, സമരം, യുദ്ധമാണ് അലി റളിയല്ലാഹു പ്രഖ്യാപിച്ചത്. യുദ്ധം ചെയ്തിട്ട് കൊന്നൊടുക്കിയിട്ടുണ്ട് അവരെ. ബിദഅത്ത് ദീനിൽ അനുവദിക്കാൻ പറ്റിയ കാര്യമില്ല. അത്തരം ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. അത്തരം ആളുകളെ നമ്മുടെ സമ്മേളനത്തിലേക്ക് വിളിക്കില്ല. അത്തരം ആളുകൾ സമ്മേളനത്തിൽ ഞങ്ങൾ ആളുകൾ പോകൂല. അത്തരം ആളുകളെ ഞങ്ങളുടെ കോളേജുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. അത്തരം ആളുകളെ കോളേജുകൾ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും ഞങ്ങളും വരുന്നില്ല. ഈ അകറ്റി നിർത്തൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വഹാബത്ത് മുതൽ താബിഈകൾ മുതൽ ഇക്കാലം അത്രയുമുള്ള സമീപനമാണെന്ന് മാത്രമല്ല, ഇത് പലവട്ടം സമസ്ത കേരള ജമിയത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1953 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1953 പെരിന്തൽമണ്ണയിൽ ചേർന്ന സമസ്ത കേരള ജമിയത്ത് മഹാപണ്ഡിതന്മാർ പങ്കെടുത്ത ഒരു വലിയ ഉലമാ സമ്മേളനമുണ്ട് 1953. ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ 5 കാര്യങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. 1, മതനവീകരണവാദികളുമായുള്ള സമീപനമാണ്. അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അന്നത്തെ ഭാഷയാണ്. അവരുമായി കണ്ടുമുട്ടിയാൽ സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. ഈ വളരെ കൃത്യമായി എഴുതി പ്രഖ്യാപിച്ചിരുന്നത് ആരാണെന്നോ? ഇതൊന്നും സാധാരണക്കാരല്ല. അന്ന് ആ പ്രമേയത്തിൽ തീരുമാനത്തിൽ എഴുതി ഒപ്പിട്ട ചില ആളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. അൽ ആലിമുൽ അല്ലാമ അബു സഅദത്ത് അഹ്മദ് ഖാ ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു മഹാനോട് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. തെന്നിന്ത്യയിലെ മഹാപണ്ഡിതൻ, 2 മദ്ഹബുകൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന യോഗ്യനായ സമസ്തയുടെ മഹാപണ്ഡിതൻ എന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിലെ 10ാം നമ്പറുകാരനായി 40ൽ 10ാമനായി പേരെഴുതി ഒപ്പിട്ട ആദ്യത്തെ അംഗീകൃത മുഷാവറയിലെ മെമ്പറാണ് അബു സഅദ് അഹ്മദ് ഖാ ഷാരിയാത്തി. അദ്ദേഹം ഒപ്പിട്ടത്. ഇനി ഞാൻ പറയട്ടെ, ഇവരുമായി കൂടിപ്പെരുമാറാതിരിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് കൗതുകമായും ഒരു അത്ഭുതമായും ചൂണ്ടിക്കാണിക്കുന്ന ആളോട് പറയട്ടെ, അതിൽ 2ാമതായി ഒപ്പിട്ടത് ആരാണെന്നോ? 2ാമതായി ഒപ്പിട്ടത് അല്ലാമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവர்களാണ്. നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹം ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രത്യേകത മറ്റെല്ലാ പ്രത്യേകതകളും മാറ്റിവെക്കുക. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആദരണീയ ഗുരുവര്യനാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹമാണ് പട്ടിക്കാട് ജാമിഅനൂരി അറബി കോളേജിൽ ക്ലാസ് ഉദ്ഘാടനത്തിന് വേണ്ടി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നത്. ബാഫഖ് തങ്ങൾ ആരാ? മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ. പാണക്കാട് പൂക്കോയ തങ്ങളാ പിന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ. ഈ മുസ്ലിം ലീഗിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വിഷമിപ്പിക്കുന്നു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട്, ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിൽ ശ്രമിക്കുകയാണ് സമസ്തക്കാരെന്ന് ആരോപിക്കുന്ന ഒരു കാര്യം ഓർക്കണം. ഈ ഭിന്നിപ്പ്, നിങ്ങൾ പറയുന്ന ഭിന്നിപ്പുണ്ടല്ലോ, ബിദഅി പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതനവീകരണവാദികളുമായി അകലം പാലിക്കണമെന്ന കണിശമായ നിലപാട് പ്രഖ്യാപിച്ച, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിക്കാട് ജാമിഅ സമസ്തയുടെ അന്നത്തെ ആദ്യത്തെ ഉത്തരവാദിത്വം നേരിട്ട് സമസ്ത ഏക സ്ഥാപനം പട്ടിക്കാട് ജാമിഅനൂരി അറബി കോളേജ് 1962 രൂപീകരിക്കുന്ന കാലത്ത് ആ പട്ടിക്കാട് ജാമിഅനൂരി അറബി കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്ങളാണ്, ബുഅഫിക് തങ്ങളാണ്, വൈസ് പ്രസിഡന്റ് പാണക്കാട് പൂക്കോയ തങ്ങളാണ്, പിന്നീട് പ്രസിഡന്റ് പാണക്കാട് പൂക്കോയ തങ്ങളാണ്. അവരാണ് ഈ കോളേജിൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ, കുട്ടികളെ ക്ലാസ് പഠിപ്പിക്കേണ്ട എങ്ങനെ തീരുമാനിക്കാൻ കൊണ്ടുവരുന്ന ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട മഹാപണ്ഡിതനായിരിക്കണം അദ്ദേഹം, സാത്വികരായിരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അല്ലാമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മുജാഹിദുമായി ബന്ധം പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് എഴുതൊട്ടിപ്പെട്ട് പ്രഖ്യാപിച്ചതിൽ മഹാനായ പണ്ഡിതൻ നിഷേധിക്കാനാകുമോ? ആ ബാഫഖ് തങ്ങൾ സ്ഥാപിച്ച, ആ പാണക്കാട് പൂക്കോയ തങ്ങൾ സ്ഥാപിച്ച, ആ സമസ്ത കേരള ജമിഅത്ത് സമസ്ത നേതൃത്വം നടത്തുന്ന ഈ കോളേജ് സ്ഥാപിച്ച, ആ കോളേജിൽ പഠിച്ച് പുറത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് നടത്തുന്ന ഞങ്ങളുടെ പോലുള്ള ഫൈസിമാർ അവർ പഠിപ്പിച്ചു തന്ന ഈ ആദർശം, ബാഫഖ് തങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം, പാണക്കാട് പൂക്കോയ തങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം, ശംസുൽ ഇ.കെ. ഉസ്താദ് പഠിപ്പിക്കുന്ന ആദർശം ഉറക്കെ പറയുക തന്നെ ചെയ്യും. സമസ്ത കേരള ജമിഅത്ത് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഈ 2 വർഷം മുമ്പ് പോലും സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ഇതേ പ്രമേയം കൃത്യമായി എഴുതി കീഴ്ഘടകങ്ങൾക്ക് നടപ്പാക്കാൻ സർക്കുലർ കൊടുത്തിട്ടുണ്ട്.
സമത്വ വിഷയത്തിൽ കോംപ്രമൈസിലില്ല. ഒരു പക്ഷേ നിഷ്പക്ഷമതയായ ആളുകൾ ചോദിക്കും, എന്താ അവരുടെ കൂടെ കൂടിയാൽ? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിങ്ങനെ ഉണ്ടാവുക കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു വിഭാഗം. പടച്ചോനെ, അത്തരം ആളുകൾ എനിക്ക് പറയാനുള്ളത്, കൊറോണ കാലഘട്ടം കഴിഞ്ഞു പോയിട്ട് അധികമായിട്ടില്ല. കൊറോണ തൊട്ടടുത്തല്ലേ കഴിഞ്ഞു പോയത്? കൊറോണ കാലഘട്ടത്തിൽ കൂടെ ഇരിക്കാൻ പറ്റുമോ? വിട്ടടിരിക്കണം. കൂടെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. പോലീസ് കണ്ടാ പിടിക്കും, അപ്പോൾ ഒന്ന് പള്ളി പൂട്ടും, വിട്ടടി നിർത്തണം. എന്താ പ്രശ്നം? ലോകത്തെങ്ങനെ വിട്ടു നിർത്തൽ? ബസ് സ്റ്റോപ്പിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ, ട്രെയിനിന് വേണ്ടി ക്യൂ നിൽക്കുകയാണെങ്കിൽ, എവിടെ ചെന്നാലും ഫ്ലൈറ്റ് പോകാൻ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒക്കെ വിട്ട് നിൽക്കണം. അടുത്തിരുത്താൻ പാടില്ല, ഒരുമിച്ച് നിർത്താൻ പാടില്ല. എന്താ പ്രശ്നം? കൊറോണ രോഗം വഹിച്ച രോഗാണു അടുത്ത ആളിലേക്ക് പകരുമോ എന്നാണ് പ്രശ്നം. ആണ് പ്രശ്നം. ഒരു പേപ്പട്ടി കടിച്ചൊരു കുട്ടിയെ വിചാരിക്കുക, അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മക്കളെ. പേപ്പട്ടി കടിച്ച് ആ കുട്ടിയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വിഷബാധ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ആ കുട്ടിയെ പ്രത്യേകമായ ഒരു റൂമിൽ കൊണ്ടുപോയി അതിന് മാത്രം അഡ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് ആരും പ്രവേശിക്കാതെ അതിന് വേറിട്ട് നിർത്തും. എന്താ പ്രശ്നം? ഈ കുട്ടിനെ പരിചരിക്കാൻ ആളുകൾ ഒപ്പം നിർത്തണ്ടേ? വേറിട്ട് നിൽക്കണം, അകന്ന് നിൽക്കണം. എന്താ പ്രശ്നം? രോഗാണുണ്ട്. പ്രശ്നം അതാ, അതിങ്ങോട്ട് പകരും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഉണർത്തുകയാണ്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാരകമായ രോഗാണുവാണ്, മാരകമായ വിഷബാധയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞതാണ്. തങ്ങൾ പറയുകയാണ്, സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് പിൽക്കാലത്ത് ചില ആളുകൾ കടന്നു വരും. തതജാറാ ബിഹിമുൽ അഹ്വാ, ബിദഈ ചിന്തകൾ, മത നവീകരണ ചിന്തകൾ അവരുടെ സിരകളിലൂടെ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കും. കമാ യതജാറൽ കലബു ബിസാഹിബി, വിഷബാധ പേപ്പെട്ടി കടിച്ച ആളിലൂടെ സഞ്ചരിക്കുന്ന പോലെ. ലാ യബ്ഖാ മിൻഹു ഉർഖും വലാ മഫ്സിൽ, ഒരു പേപ്പെട്ടി കടിച്ചാൽ, അത് വിഷബാധയേറ്റാൽ, ആ വിഷയബാധയേറ്റ മനുഷ്യന്റെ ഒരു ഞരമ്പും പിന്നെ ബാക്കി നിൽക്കില്ല, ഒരു സന്ധിയും ബാക്കി നിൽക്കില്ല. എല്ലാ സ്ഥലത്തും ആ വിഷബാധ പെട്ടെന്ന് എത്തിച്ചേരും. അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാന്റെ റസൂല് കാര്യം പറയണമെങ്കിൽ വഹി കിട്ടണം, വെറുതെ പറയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല. എത്രേ രോഗ ഉദാഹരണമൊക്കെ അള്ളാന്റെ റസൂല് ബിദഅത്തിനോട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പേവിഷബാധയോടെ ഉപമിച്ചത്. കാരണം മാരകമായ രോഗാണുവാണ് പേവിഷയുമായി ബന്ധപ്പെട്ട രോഗാണു. മാരകമായെന്ന് പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ ഹബീബ് അന്ന് പറഞ്ഞ തൊട്ട് ഇന്ന് വരെ ഈ ബാധിച്ചാൽ അതിന് ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തിയിട്ടില്ല, മെഡിസിൻ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നം. ഇന്നും ആധുനിക വൈദ്യശാസ്ത്രം എത്ര വളർന്നു, രോഗപ്രതിരോധ കുത്തിവയ്പ്പൊക്കെ നടത്തും, എന്നാലും അത്തരം കുട്ടികൾ പോലും പിന്നെ മരിക്കുന്നുണ്ട്. ചിലപ്പോൾ എത്രയോ പത്രത്തിൽ വായിക്കും, കുത്തിവെച്ച കുട്ടി പേപ്പട്ടി കടിച്ചു പിന്നെ മരിച്ചു. അങ്ങനത്തെ മാരകമായൊരു കേസാണ്. ബിദ്അത്തിന്റെ പ്രശ്നം അതാണ്. ആ ബിദ്അത്തുമായി ബന്ധപ്പെട്ടാൽ ആ രോഗം കിട്ടും, പകരും എന്നുള്ള പ്രശ്നം വേറൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അകന്ന് നിൽക്കണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മീറ്റിങ്ങിൽ കൂടാനും, നിങ്ങളെ പരിപാടിയിലേക്ക് ഞങ്ങൾ വരാനും, നിങ്ങളെ കോളേജിൻ്റെ ആഘോഷത്തിലേക്ക് വരാനും, നിങ്ങളെ സമ്മേളനത്തിലേക്ക് വരാനും തൽക്കാലം ഞങ്ങളില്ല. ആ വിഷം ഏറ്റു വാങ്ങാൻ സുന്നി മക്കളെ കിട്ടുന്ന പ്രശ്നമേ ഇല്ല, ഒരു നിലക്കും കിട്ടൂല. അപകടകര. ബഹുമാനനായ സുന്നികളുടെ രാജകുമാരൻ നാട്ടുകവി മൂസ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തോടെ ഒപ്പം നാളെ ജന്നാത്തുൽ അൽമിൽ ഒഴിച്ചുകൂടാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് പറഞ്ഞ ഫിറ്റായ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്. സന്യാസിയുടെ താടി പോലെയാണ് ഇവരെ വിഷയം എന്ന്. ചില ആൾക്കാർ പറയും, എന്താ അവരുടെ കൂടെ കൂടിയാൽ നമ്മൾ ആശയം കൈമാറിക്കൂടെ? ചിലപ്പോൾ ഒരാൾ നന്നായാലോ ഉപരം നന്നാവൂലായിരുന്നു. കാരണം ബിദ്അത്താണ് വിഷബാധയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആ വിഷം അപ്പുറത്തുണ്ട്, അത് ഇങ്ങോട്ട് പ്രസരിക്കുക, ആരോഗ്യം അങ്ങോട്ട് സംക്രമിക്കൂല എന്ന് കൃത്യമാണ്, യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ സന്യാസിൻ്റെ താടി എന്ന് വെച്ചാൽ, സന്യാസി മാംസബുക്കാണ്, ഒരു ജീവനി തിന്നൂല കൊല്ലൂല, കൊന്നാലേ തിന്നാൻ പറ്റുള്ളൂ, ഒന്നും ജീവികൾ കൊല്ലൂല. അങ്ങനെയുള്ള സന്യാസി ഒരിക്കൽ നടക്കാൻ ഇറങ്ങുമ്പോൾ സന്യാസിക്ക് നീണ്ട താടിയുണ്ട്. അബദ്ധവശാൽ ഒരു ഉറുമ്പ് സന്യാസിയുടെ താടിയിൽ കുടുങ്ങി. ഉറുമ്പ് നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ അരിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, എങ്ങനെയെങ്കിലും അതിന് എടുത്ത് കളയണം. സന്യാസിൻ്റെ പ്രശ്നത്തെ താടിക്ക് കയ്യെത്താത്ത പ്രശ്നമല്ല, പക്ഷെ കയ്യെത്തി അതിങ്ങനെ പതുക്കെ എടുത്ത് ഇങ്ങനെ കളയുമ്പോഴേക്ക് ചത്തുപോയാലോ ജീവനെ കൊല്ലാൻ പാടില്ല. സന്യാസിൻ്റെ മതത്തിനെതിരാണത്.
സന്യാസി സഹിച്ച് നടക്കുകയാണ്, നല്ല അസ്വസ്ഥത ഉണ്ട് താടിയിൽ. അങ്ങനെ സന്യാസി ഇങ്ങനെ പ്രയാസപ്പെട്ട് അസ്വസ്ഥത കാണിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഉറുമ്പിൻ്റെ കൂട് കണ്ടത്. അപ്പോൾ സന്യാസി മനസ്സിലാക്കി തിരക്കിടില്ല, ഈ ഉറുമ്പിൻ്റെ കൂട്ടിലേക്ക് താടി വെച്ചു കൊടുത്താൽ കൂട്ടുകാരെ കാണുമ്പോൾ ഇതെന്ത് ചെയ്തോളും, അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും എന്ന് വിചാരിച്ചു. സന്യാസി സ്നേഹപൂർവ്വം താടി വെച്ചു കൊടുത്തു. ആ ഉറുമ്പുകളൊക്കെ അങ്ങോട്ട് കയറിക്കൂടി. ഇതായിരിക്കും വിദഗ്ധക്കാരുമായി അവർ നന്നാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സൗഹൃദത്തിന് പോയാൽ, അവരെ 4 ക്ലാസ്സിന് പോയാൽ മതി, ആ വിഷം ഇങ്ങോട്ട് പ്രസരിക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം വളരെ ഫിറ്റാണ്, ഹദീസിനോട് യോജിക്കുന്നതാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഇന്നലത്തെ ഈ കണ്ട പ്രമുഖരായ നേതാക്കന്മാർ മുഴുവനും സ്വഹാബത്ത് താബികൾ തൊട്ടെടുത്ത ഈ സമീപനം അംഗീകരിച്ച് സ്വീകരിച്ച് നടപ്പാക്കി വരുന്നതാണ്. ഇതിന് ഭിന്നിപ്പിൻ്റെ കാരണക്കാരന് യാതൊരു ഫലമല്ല. പിന്നെ കേനവിൻ്റെ പ്രസിഡന്റ് മറ്റൊരു പരാതി, നമ്മളെ തങ്ങന്മാർ മയ്യത്ത് നിസ്കരിക്കുന്നു മുജാഹിദിൻ്റെ ആളുകൾക്കെതിരെ, അതിനാരോ എതിർക്കുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ. പഠിച്ചോണ്ട് നമ്മളെ തങ്ങന്മാർ മയ്യസ്കാരം എങ്ങനെ പോലും നന്നായത്? പാണക്കാട് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് വളരെ മോശമായ ഷിർക്കിൻ്റെ ആശാന്മാർ എന്ന് പറഞ്ഞ് എഴുതി പറഞ്ഞ് പഠിപ്പിച്ചവരല്ലേ ഇവരെ കേരള ജമിയത്തിന്റെ അധ്യക്ഷൻ പാണക്കാട് പൂക്കോയ തങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവരുടെ മുഖപത്രമായ സൽസബിൽ അക്കാലത്ത് എഴുതി വച്ചത്, കേരളത്തിലെ ഒരു സിദ്ധൻ, മലപ്പുറം ജില്ലയിലാണ് ആസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വരാൻ സാധ്യതയുണ്ട്, ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ നൂലിന് മന്ത്രിച്ചയാളെന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ ലിറ്റർ വെള്ളത്തിന് ബറക്കത്ത് കൊടുത്തയാളെന്ന നിലയിൽ ഇങ്ങനെ പച്ചയായി പരിഹസിച്ചെഴുതിയെന്ന് മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവർകൾ, അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിരിക്കെ എന്തെങ്കിലും മതപരമായ വിഷയം വന്നാൽ നിങ്ങൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിം പോയി ചോദിച്ച് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ അങ്ങോട്ടയക്കുന്ന സമസ്തക്ക് മുന്തിയ പരിഗണന നൽകുന്ന മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവർകളെ ഒളിഞ്ഞു നിന്ന് തങ്ങൾ മന്ത്രിക്കുന്നതും ഉറുക്കുണ്ടാക്കുന്നതും ഒളിക്കാനുള്ള പകർത്തിയെടുത്തിട്ട് അത് വീഡിയോ ആക്കിയിട്ട് അറബ് നാടുകൾ അറബിയിലൂടെ അതിൻ്റെ അടിക്കുറിപ്പ് മാത്രമല്ല ഓഡിയോ ശബ്ദം കൊടുത്തിട്ട് പച്ചയായി കേരളത്തിലെ മുശ്രിക്കുകളുടെ തലവനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ ഈ നൽകുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുശ്രിക്കുകളുടെ തലവനായി പ്രചരിപ്പിച്ച ഇവർക്ക് എങ്ങനെയാണ് ഈ പാണക്കാട് തങ്ങന്മാരെ മയ്യത്ത് നിസ്കാരം അവർക്ക് വേണ്ടി വരുന്നത്? മുശ്രിക്കുകളുടെ പ്രാർത്ഥന സ്വീകരിക്കുമോ? വേണ്ട. മുശ്രിക്കുകൾ ഇമാം നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാകുമോ? നിങ്ങളൊന്ന് മസല പറഞ്ഞു തരും. എന്തായിരുന്നാലും ഇങ്ങനെ കുറച്ച് ചിന്ത പുതിയതായി ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ സ്വാഗതാർഹ. നിങ്ങളുടെ മുൻ അധ്യക്ഷൻ പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹം മരിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ സന്ദർശിക്കാൻ ചെന്നു. ചന്ദ്രികൻ്റെ മുൻ ചീഫ് എഡിറ്ററൊക്കെ ആയിരുന്നു. മുജാഹിദിൻ്റെ മസല എന്താ വെച്ചാൽ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കേണ്ട മക്കളാണ്, ഒരു കാരണവശാലും തങ്ങന്മാരും മൂലമാരും നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ മുജാഹിദിൻ്റെ പ്രസിഡന്റ് പാണക്കാട് തങ്ങളെ പോകുമ്പോൾ കയ്യിൽ പിടിച്ചു, തങ്ങളെ ഞാൻ മരിച്ച അങ്ങളുടെ മയ്യിത്ത് നിസ്കരിക്കണം. ഒന്ന് വരെ മസലക്കെതിരെ, രണ്ട് ഇവരെ നേതാക്കന്മാരെ കൊണ്ട് നിസ്കരിക്കാൻ അവർക്ക് വിശ്വാസമല്ല. മരിക്കുന്ന സമയത്ത് രക്ഷ കിട്ടണമെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ പോലെ, സയ്യിദ് മുഹമ്മദ് ദിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ, സൈനുൽ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, ആലിക്കുട്ടി ഉസ്താദിനെ പോലുള്ള സാത്വികരായ മഹാപണ്ഡിതന്മാരും സാദാത്തുക്കളും വേണം. അവരാണ് ശരി എന്നല്ല അറിയാതെ പറയാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ നിങ്ങൾക്ക് മയ്യിസ്കാരത്തിൻ്റെ തങ്ങന്മാരെ മയ്യിസ്കരിക്കുന്നതിന് മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ മുജാഹിദിൻ്റെ ആൾക്കാർക്ക് മയ്യിസ്കരിക്കുന്ന ചില ആൾക്കാർ എതിർക്കുന്നു വരാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുള്ളത്? അല്ല, അവരൊക്കെ മയ്യിത്ത് നിസ്കാരം സ്വീകാര്യമാണ്, അവരൊക്കെ നിസ്കാരം സ്വഹിയാണ്, അവരൊക്കെ ശിർക്ക് മാറ്റി തൗഹീദിന്റെ മാർഗത്തിൽ തന്നെയാണെന്ന നിലപാട് മാറ്റിയിട്ടെങ്കിൽ ആ നിലപാട് തിരിച്ചും സ്വാഗതാർഹമാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ തിരുത്തി വരികയാണെങ്കിൽ വളരെ കൂടുതൽ നമുക്ക് അടുത്തിടപഴകാൻ സാധിക്കും. നിങ്ങൾ തിരുത്തി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഈ കാര്യത്തിൽ ആർക്കും ഒരു സന്ദേഹവും വേണ്ട, സംശയവും വേണ്ട. ഇത് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് പരിശുദ്ധമായ ഒരടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ആ പരിശുദ്ധമായ സംവിധാനം സ്ഥാപിച്ചത് നമ്മളാരുമല്ല, വലിയ മഹാത്മാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഞാൻ സൂചിപ്പിച്ച ആളുകളാണ്, ആ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനത്തെ ആളുകളെ ദുആ ബറക്കത്ത് അന്നും നമുക്കുണ്ടായിട്ടുണ്ട്, ഇന്നും നമുക്കുണ്ടായിട്ടുണ്ട്, ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ നേതൃത്വം കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം അതിനെ ദുർബലപ്പെടുത്താൻ ചില മുസ്ലിം പൊതു ഫ്ലാറ്റുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്തയെ ശിഥിലമാക്കാനും സമസ്തയെ നശിപ്പിക്കാനും വേണ്ടി ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം.
അത് ചില ആളുകൾ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്, ചില ആളുകൾ ഇപ്പോഴും മറക്കകത്തുണ്ട്. ആരായിരുന്നാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒളിഞ്ഞിരുന്ന് പൊതു പ്ലാറ്റ്ഫോമുകളുടെ മറവിൽ നിന്നുകൊണ്ട് സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത്തരം ആളുകൾക്കെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സുന്നി മക്കളെ കിട്ടില്ല എന്ന കാര്യം അത്തരം ആളുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത മുന്നോട്ട് പോകും. ഈ 99 വർഷക്കാലം നിങ്ങളെക്കാൾ വലിയ വലിയ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചിട്ട് ഒരു പോർമ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടെന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് കനകമാണ്, സമസ്ത കനകമാണ്, അത് സ്വർണമാണ്, അത് ഗോൾഡാണ്. ദിവസേന മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പത്രം വായിക്കുമ്പോൾ ഒന്നും കൂടി വില കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ എത്ര ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും, എന്തൊക്കെ ശല്യം ചെയ്താലും കൂടുതൽ തിളങ്ങും. സ്വർണം തീയിലിട്ടാൽ കൂടുതൽ തിളക്കമർന്നതാകും. അല്ല, സമസ്തക്ക് ഒരു പോർമേൽക്കില്ല. വിശുദ്ധ ഖുർആൻ വഴി സത്യപ്രസ്ഥാനത്തിന് ഒന്നും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അള്ളാഹു ആകട്ടെ മുത്തിമ്മു നൂരിഹി, അവന്റെ പ്രകാശത്തെ ജ്വലിപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ അത് ഇഷ്ടപ്പെട്ടാലും ശരി വെറുത്താലും ശരി. ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങളുണ്ടല്ലോ SKSFുകാർ ഒരു പ്രത്യേക ബറക്കത്തുള്ള വിഭാഗം. കാരണം ഞാൻ ദൃക്സാക്ഷിയാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് 100 വട്ടം അനുഭവമുള്ള മഹാനാണ് സമസ്തയുടെ മുൻ അധ്യക്ഷൻ ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ഈ സംഘം രൂപീകരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ വിനീതനും അഷ്റഫീസ് കണ്ണാടിപ്പറമ്പ് ഉൾപ്പെട്ട 3 പേര് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന് സമ്മാനത്തിന് വരാൻ അനുയോജ്യമായ സാഹചര്യമല്ല ശാരീരികമായി. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചു. ഒരുപാട് നേരം പച്ച മലയാളത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വെച്ചിട്ട് ആ പ്രാർത്ഥനയുടെ ബറക്കത്ത് തന്നെ ഇത്. എത്ര കൊല്ലായി SKS രൂപീകരിച്ച്? 36 കൊല്ലായി. എന്തൊരു മുന്നേറ്റമാണ്! ഈ നിർണായകമായ ഘട്ടത്തിൽ സമസ്തക്ക് താങ്ങും തണലുമായി കരുത്തായി നിൽക്കാൻ നിങ്ങളെപ്പോലെ മുന്നോട്ട് വന്നൊരു ഘടകം സമസ്തക്കില്ലല്ലോ. ബറക്കത്താണ് ബറക്കത്ത്. ഇൻഷാ അല്ലാഹ് 100ാം വാർഷികം കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കും. നമ്മുടെ ഇതേ പ്രമേയം മറ്റൊരു ഭാഷയിലാണ് സമസ്ത തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രമേയം നന്നായി വിശകലനം ചെയ്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമസ്തയുടെ സമ്മേളനം ശക്തിപ്പെടുത്താൻ നമുക്ക് മുന്നോട്ട് പോകാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹാസംഭവത്തിന് സുന്നി ആദർശബോധമുള്ള എല്ലാവരുടെയും പിൻബലവും പിന്തുണയും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഛിദ്രശക്തികൾക്ക് ശക്തി പകരാനുള്ള അറിഞ്ഞോ അറിയാതെയുള്ള നീക്കങ്ങളിൽ നിന്ന് നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്. അവർക്ക് പിന്തിരിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തും ശക്തിപ്പെടുത്തിക്കൊണ്ടും മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ ഈ വിനീതയും ഉൾപ്പെടുത്തണമെന്ന് സ്നേഹാദരവും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കഴിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.